ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. വളരെ പ്രാചീനമായ ഒരു വിഷയത്തെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മനുഷ്യാരംഭത്തോളം പഴക്കമുള്ള ഒരു വിഷയം. അതിൽ നിന്ന് വളരെ ദൂരത്തിലേക്ക് മാനവൻ എത്തിക്കഴിഞ്ഞു. കാരണം ജാഗ്രത് എന്ന പരിമിതമായ തലത്തിൽ നിന്നുകൊണ്ടുള്ള മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളും കൊണ്ട് അങ്കിതമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് സ്ഥൂലമായ ആനന്ദമന്വേഷിക്കുന്ന മനുഷ്യൻ, സ്ഥൂലമായി ഈശ്വരനെ അന്വേഷിക്കുന്ന മനുഷ്യൻ, സ്ഥൂലമായി ജീവിത ദർശനങ്ങളെ അന്വേഷിക്കുന്ന മനുഷ്യൻ, അവിടെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ രണ്ട് പ്രതിഭാസങ്ങളേ ഉള്ളൂ. ഒന്ന് ആഗ്രഹം, രണ്ട് ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ. ഇതിനുള്ളിൽ ഏതാണ്ട് അനുഷ്ഠാനങ്ങളും മതങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും മതവും രാഷ്ട്രീയവും ശാസ്ത്രവും തീരും. അപ്പോഴാണ് നിങ്ങൾ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് മാനവൻ പൊരുത്തപ്പെടുന്നത് പോരാ പോരാ എന്ന മുറവിളിയായിരുന്നു നൂറ്റാണ്ടുകളായി നാം കേട്ടുപോകുന്നത്. ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ അറിവില്ലായ്മയാണ് രോഗങ്ങളെന്നാണ് വൈദ്യശാസ്ത്രം പേർത്തും ഓർമ്മിപ്പിച്ചത്. ഭൗതിക യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് വ്യക്തിബന്ധങ്ങൾ തകരുന്നതെന്നാണ് ആക്ടിവിസ്റ്റുകൾ കണ്ടെത്തിയത്. ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുവാനാണ് മതങ്ങൾ അനുഷ്ഠാനങ്ങളുമായി രംഗപ്രവേശം ചെയ്തത്. കഴിഞ്ഞ സംവത്സരങ്ങൾ അത്രയും മാനവചേതന ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തുവാൻ നടത്തിയ അന്വേഷണ പരിണാമങ്ങളുടെ പരാജയഘട്ടത്തിൽ മതവും രാഷ്ട്രീയവും ദർശനങ്ങളും തകർന്നടിഞ്ഞ് മാനവചേതന ബന്ധങ്ങൾ തകർന്ന് നിൽക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇതാണ് ജാഗ്രത് ലോകം. കാരണം ജാഗ്രത്തിനെ അവലംബിച്ചാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം രൂപാന്തരപ്പെട്ടത്. ഒരു കുട്ടി ജനിച്ചാൽ 90% ജാഗ്രത്തിലാണ് ജനനത്തിന് കാരണമായ പ്രക്രിയകൾ നിലകൊള്ളുന്നത്. ഭാര്യാഭർത്തൃബന്ധങ്ങളൊക്കെ ജാഗ്രത്തിന്റെ ഒരു നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് ആക്ടിവിസവും വളർച്ചയും കുടുംബവും എല്ലാം ഇന്ന്. ചേതനാപരമായി അതിൽ തൃപ്തമാകാത്തതുകൊണ്ടാണ് മുമ്പ് എന്നത്തെയുംക്കാൾ കൂടുതൽ ആ ബന്ധങ്ങളിൽ വരുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഡൈവോഴ്സുകളും പരപുരുഷ ബന്ധങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും
പരസ്ത്രീ ബന്ധങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും കൊണ്ട് അങ്കിതമായൊരു സമൂഹം ജാഗ്രത്തിൽ രൂപാന്തരപ്പെടുന്നു. ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ലൈംഗിക ശാസ്ത്രവും എല്ലാം കുടുംബജീവിതവും എല്ലാം ഭൗതികതയുടെ വാതിൽപ്പുറങ്ങളിലൂടെ മാത്രമാണ് സമകാലിക സാഹചര്യങ്ങളിൽ വളർന്നു വന്നത്. സൂക്ഷ്മലോകങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നതായിരുന്നു നിങ്ങളുടെ കുടുംബജീവിതം സമീപകാലഘട്ടത്തിൽ. ഇന്നലകളിൽ ഒരു അച്ഛന്റെ സ്വപ്നമായിരുന്നു, ഒരമ്മയുടെ സ്വപ്നമായിരുന്നു മക്കളുടെ ജീവിതമെങ്കിൽ ഇന്നിന്റെ ജീവിതത്തിൽ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും ജാഗ്രത്തിൽ ഒതുങ്ങുന്നതായിരുന്നു ജീവിതം. ഇവിടെ സംസ്കാരങ്ങൾ, വാസനകൾ പൂർണ്ണമായും വിഭ്രംശം വന്നവയായി തീരുകയാണുണ്ടായി. മാനവ ജീവിതത്തെ ഭരിക്കുന്ന അതിസങ്കീർണങ്ങളായ വാസനകളുണ്ട്. അത്യന്തം ഭാസുരങ്ങളായ സംസ്കാരങ്ങളുണ്ട്. അവയെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് ജാഗ്രത്തിന് പ്രാധാന്യം കൊടുത്ത ന്യൂക്ലിയർ കുടുംബങ്ങളും മതാനുഷ്ഠാനങ്ങളും കൂട്ടായ്മകളുമെല്ലാം നിങ്ങൾ ഈ സമീപകാലത്ത് കെട്ടിപ്പടുക്കുന്നത്. അമ്മയുടെ മാറിന്റെ ചൂട് സ്വപ്നങ്ങളെ ഉണർത്തുമെങ്കിൽ അവ നിരാകരിച്ച ഒരു തലമുറയാണ് കഴിഞ്ഞ 10-40 കൊല്ലമായി കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത്തിന്റെ സ്വപ്നങ്ങൾ, സുഷുപ്തിയുടെ സ്വപ്നങ്ങൾ, ഗാഢമായ സുഷുപ്തി, ഇവ ചൈതന്യധന്യമാക്കുന്ന സൂക്ഷ്മമായ ആഹാരങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ശാസ്ത്രം ഗർഭിണിക്കും ശിശുവിനുമൊക്കെ വേണ്ടിയുള്ള ആഹാരങ്ങൾ ജാഗ്രത്തിൽ രൂപപ്പെടുത്തി വ്യാവസായികമായി വിപണിയിലെത്തിച്ചു. അവയൊക്കെ കഴിച്ചും അവയുടെ ഗുണഗണങ്ങളും മേന്മകളും പ്രസംഗിച്ചും നടന്നവരാണ് നിങ്ങളിൽ അധികം പേരും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ആലോചിക്കാം. അതുകൊണ്ട് തീർന്നില്ല. മാതാവിനൊരു ഭാഷയുണ്ട്, പിതാവിനൊരു ഭാഷയുണ്ട്. വാസനയുടെ ഭാഷയും സംസ്കാരത്തിന്റെ ഭാഷയും ജനിതകത്തിന്റെ ഭാഷയുമാണത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയെ വിളിക്കുക. അതിൽ കുറച്ച് കുട്ടികളെങ്കിലും പഠിക്കുന്ന സ്കൂളുകളിൽ മലയാള ഭാഷ പറയരുതെന്ന് നിർബന്ധമുള്ള സ്കൂളുകളുണ്ടാവും. ആ കുട്ടികളെ വിളിക്കുക. അവരോട് ഇംഗ്ലീഷിൽ അവർ പഠിച്ച ഭാഷയിൽ മാംഗോ, ടമറിൻഡ് എന്നൊക്കെ ഒന്ന് പറയുക. വെറുതെ എന്തു ഭാവങ്ങൾ അവർക്കുണ്ടാകുന്നു നോക്കുക. അത് കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷുകാരന്റെ കുട്ടിയെ വിളിച്ചിട്ട് അവൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവനോട് ടമറിൻഡ് എന്നും മാംഗോ എന്നും പറയുക. ആ ശബ്ദം അതിന്റെ രൂപത്തെ വിന്യസിപ്പിക്കുകയും മസ്തിഷ്കത്തിൽ അതിന്റെ രൂപവും രുചിയും രൂപാന്തരപ്പെടുകയും വായിൽ വെള്ളമൂറുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടികൾക്ക് ആ വെള്ളമുണ്ടാവില്ല. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ സ്വപ്നങ്ങളെ കളഞ്ഞിരിക്കും. ഇനി അവരൊരിക്കലും സ്വപ്നം കാണില്ല ശരിയായ ദിശയിൽ. ഇവിടെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ജാഗ്രതനെ മാത്രം അവലംബിച്ചാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എങ്ങനെയും നിങ്ങൾക്ക് ഗവേഷണം ചെയ്യാം. ഏത് ദിശയിലും, ഏത് മോഡസ് ഓപ്പറാൻഡിയിലും, ഏത് ടൂൾ ഉപയോഗിച്ചും, ഏത് മാനദണ്ഡം കൊണ്ടും ശാസ്ത്രത്തിന്റെ തന്റെ പിതാവിൽ നിന്ന്, പിതാമഹനിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളും അനുഭൂതികളും കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും അറിഞ്ഞവ കൈമാറുന്ന ഒരു ലോകമാണ് സ്വപ്നലോകം. വളരെ ഗാഢവും വളരെ സൂക്ഷ്മവും ജാഗ്രത അനുഭവങ്ങളെ മുഴുവൻ ഭരിക്കുന്നതും
ജാഗ്രത്തിനെ തന്നെ സ്വപ്നമാക്കുന്നതുമായ സ്വപ്ന ലോകത്തെ നിരാകരിച്ചുകൊണ്ടാണ് മാനവന്റെ ഈ വികാസ പരിണാമങ്ങൾ അത്രയും തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ എഞ്ചിനീയറിംഗ്, നിങ്ങളുടെ ഉത്സവങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത് വിരക്തങ്ങളായ സ്വപ്നങ്ങളെ, വിരക്തങ്ങളായ ജാഗ്രതകളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. സജീവങ്ങളായ സ്വപ്നങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ്. അത് വിദ്യാഭ്യാസത്തിൽ തുടങ്ങുന്നുവെന്ന് കാണിക്കാനാണ് ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത്. മലയാളിയുടെ കുട്ടിയെ വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ പഠിച്ചവനോട് തമറിൻഡ് എന്നൊന്ന് പറഞ്ഞു നോക്കുക. ഒന്ന്, പുളി എന്നുള്ള ശബ്ദത്തിൽ അവന്റെ അച്ഛനും അപ്പൂപ്പനും പഠിച്ച് രൂപാന്തരപ്പെടുത്തി മസ്തിഷ്കത്തിൽ ചേർത്തു വച്ചിരിക്കുന്ന സ്വപ്നത്തിലേക്ക് ഈ ജാഗ്രതയിൽ നിന്ന് പദം മൊഴിമാറ്റം ചെയ്തു കൊടുക്കാൻ മൊഴി മാറ്റുന്ന ഒരു ടെക്നോളജി അവന്റെ ബ്രെയിനിന് ആദ്യം ആവശ്യമായി വരും. അതിനുള്ള ശ്രമത്തിനിടയിൽ അവന്റെ കാൽപ്പയിൻ തകർന്നു പോകും. ജനിതകപരങ്ങളായ ഓർമ്മകൾ വിസ്മൃതികളായി മാറും. കോശങ്ങൾക്ക് പ്രായമേറും. കോശദ്രവം താറുമാറാവും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വപ്നമുണ്ടാകണമെങ്കിൽ നിങ്ങൾ കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, അനുഭവിച്ചത് അനുഭവിക്കുക, കണ്ടതും കാണാത്തതും ചേർത്ത് വെച്ച് അനുഭവിക്കുക. കാണുക, കേട്ടതും കേൾക്കാത്തതും ചേർത്ത് വെച്ച് കേൾക്കുക, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് വെച്ച് അനുഭവിക്കുക. ഇതിനെയാണ് സ്വപ്നമെന്ന് പറയുന്നത്. സ്വപ്നത്തിനുള്ള ഉപകരണങ്ങൾ ഇന്ദ്രിയ ശക്തികളാണ്, ഇന്ദ്രിയങ്ങളല്ല. മനസ്സാണ്. ബുദ്ധിയും അഹങ്കാരവും ചിത്തവുമാണ്. സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങൾ അറ്റുപോയി കഴിഞ്ഞാണ് രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഉണർവിൽ സ്വപ്നം കാണുന്നുവെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഉണർവിൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴും നിങ്ങളുടെ ജാഗ്രത അറ്റുപോവുകയും നിങ്ങളുടെ മുമ്പിലൂടെ പോകുന്നവനെ അറിയാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജാഗ്രതയിൽ നിങ്ങൾ സ്വപ്നം കാണണമെങ്കിലും സുഷുപ്തിയിൽ നിങ്ങൾ സ്വപ്നം കാണണമെങ്കിലും ജാഗ്രത അറ്റുപോവുകയും കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, അനുഭവിച്ചത് അനുഭവിക്കുക, കണ്ടതും കാണാത്തതും ചേർത്തു വെച്ച് കാണുക, കേട്ടതും കേൾക്കാത്തതും ചേർത്തു വെച്ച് കേൾക്കുക, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തു വെച്ച് അനുഭവിക്കുക. ഈ പ്രക്രിയയാണ്. ഇതിന് ഏറ്റവും പ്രാചീനന്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനമനുഭവതി യത് ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവഃ പശ്യതി. ഇതാണ് അതിന്റെ സ്വരൂപം. ഇനി സ്വപ്നം എന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ അതിന് സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞഃ സപ്തംഗഃ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തഭുക് തൈജസോദ്വിതീയ പാദഃ. രണ്ടാം പാദമാണ് ജീവിതത്തിൽ. ജീവിതം 4 പാദങ്ങളോടുകൂടിയതാണ്. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞഃ സപ്തംഗഃ ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. ജാഗ്രത് എന്ന് പറഞ്ഞാൽ സ്ഥൂലമായി വിഷയങ്ങളെ അനുഭവിക്കുന്ന അവസ്ഥ, സ്ഥൂല ഇന്ദ്രിയ വ്യാപാരമുള്ള അവസ്ഥ. ക്ഷണനേരമേ ഉള്ളൂ ജാഗ്രത്. ജാഗ്രത് തന്നെ പഠിക്കുമ്പോൾ ബീജജാഗ്രത്, മഹാജാഗ്രത്, ജാഗ്രത് സ്വപ്നം, സ്വപ്ന ജാഗ്രത്, ഇങ്ങനെയൊക്കെയാണ് പ്രാചീനൻ പറയുന്നത്. ഇതൊന്നും ആധുനികമല്ല. ഞാൻ ഉപയോഗിച്ച പദങ്ങളൊന്നും. ആധുനികന് ഇത് മനസ്സിലാകുമോ എന്ന് തന്നെ എനിക്ക് സംശയവുമുണ്ട്. NH-ലൂടെ 60 കിലോമീറ്ററിൽ ഒരു കാർ ഓടി വരുമ്പോൾ വഴിയുടെ മറ്റേ സൈഡിൽ ഒരു സർവേക്കല്ലിലിരിക്കുന്ന ഓന്ത്, മറ്റേ സൈഡിലിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ഒരു പൂച്ച ഓന്തിനെ കണ്ടാൽ
ഒരു നിമിഷം കൊണ്ട് അതിന്റെ കാലുകളിൽ നിന്ന് നഖങ്ങൾ പുറത്തേക്ക് വരും. കണ്ണുകൾ കൃത്യമായി ഒന്നിലേക്ക് നോങ്ങും. അതൊരോട്ടത്തിന് പിടിക്കാനോടും. നിങ്ങളുടെ വണ്ടി അതിലേക്ക് കയറി പോകും. വഴിയിൽ ഒരുപാടെണ്ണം കിടപ്പുണ്ട്. അത് ജാഗ്രതാണ്. വിഷയവും ഇന്ദ്രിയവും തമ്മിൽ ബന്ധപ്പെട്ടാൽ, ജാഗ്രത് മഹാജാഗ്രത്തിലേക്ക് മറഞ്ഞാൽ മൃത്യു നിശ്ചയമാണ്. മൃത്യുവിന്റെ കളിസ്ഥലം മാത്രമാണ് വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഈ ചർച്ചയിലെ ഈ കലാപക്കളി മുഴുവൻ. ആ കലാപക്കളിക്കുള്ളിൽ മാത്രമാണ് മതങ്ങളും രാഷ്ട്രീയങ്ങളും ശാസ്ത്രങ്ങളും കളിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പോകാൻ ഉപകരണങ്ങൾ വേറെ വേണം, യാത്ര ചെയ്യാൻ മറ്റു വാഹനങ്ങൾ വേണം, അന്വേഷിക്കുവാനുള്ള ഔത്സുക്യം വേറെ വേണം എന്നേ പറഞ്ഞതിനർത്ഥം. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പഠിപ്പിന്റെയും പഠനധ്വനങ്ങളുടെയും പരിണാമ പ്രക്രിയയിൽ നിന്നുകൊണ്ടാണ് മാനവൻ അവന്റെ അടിസ്ഥാന ചോദനകളെന്നെണ്ണാവുന്ന സുരക്ഷിതത്വത്തിന്റെയും സാഹസികതയുടെയും പ്രശസ്തിയുടെയും ലോകങ്ങളിലേക്ക് പോകുന്നത്. ദ ഡ്രൈവ് ഫോർ സെക്യൂരിറ്റി, ദ ഡ്രൈവ് ഫോർ അഡ്വഞ്ചർ, ദ ഡ്രൈവ് ഫോർ റെക്കഗ്നിഷൻ. ഈ മൂന്നിൽ തീർന്നു ജീവിതം. ഇവയിൽ രണ്ടാമത്തത് രണ്ടും ആദ്യത്തതിന് ഭീഷണിയുമാണ്. ജാഗ്രത് ഉണർത്തുന്ന മൗലികമായ ചോദന ഡ്രൈവ് ഫോർ അഡ്വഞ്ചർ, സാഹസികതയ്ക്കു വേണ്ടിയുള്ള ദാഹം, ഡ്രൈവ് ഫോർ റെക്കഗ്നിഷൻ, മറ്റുള്ളവരെ കൊണ്ട് എന്നെ ഒന്ന് അംഗീകരിപ്പിക്കുവാനുള്ള ദാഹം. ഇത് രണ്ടും ജീവിച്ചിരിക്കുക എന്ന അവന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. അതിലാണിന്ന് സ്ത്രീയും പുരുഷനും അമ്മയും അച്ഛനും മക്കളും ആക്ടിവിസ്റ്റുകളും പത്രങ്ങളും പഠിപ്പുമെല്ലാം തുളയ്ക്കുന്നത്. പഴയ ആളുകൾ അങ്ങനെ ആയിരുന്നില്ല. മുൻ തലമുറകൾ അങ്ങനെ ആയിരുന്നില്ല. അടിസ്ഥാനവും മൗലികവുമായ ചോദന സുരക്ഷിതത്വത്തിനുള്ളതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട് മാത്രമാണ് നൈസർഗികതയുണ്ടോ എന്ന് നോക്കി മറ്റു ചോദനകൾക്ക് വളം വെച്ചു കൊടുത്തിരുന്നത്. ഇന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ അതിസാഹസികതയ്ക്ക് പ്രേരിപ്പിക്കുമ്പോൾ ഇന്നലെ സുരക്ഷിതത്വത്തെ നോക്കുന്നവരായിരുന്നു അവർ. ഈ ഇരിക്കുന്നവരെയൊക്കെ നോക്കിയാൽ അറിയാം, സുരക്ഷിതത്വം കളഞ്ഞു കുളിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. ഒരാഹാരം കഴിക്കുന്നിടത്ത് പോലും അത് ഉണർത്താവുന്ന സ്വപ്നങ്ങളുടെ, അത് ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും ഇടവഴിയിൽ ഉണ്ടാക്കാവുന്ന ഗ്ലാൻഡുലർ ചേഞ്ച്, ബയോകെമിക്കൽ ചേഞ്ച്, മെറ്റബോളിക്കൽ ചേഞ്ച്, സെൻസ്വസ് ചേഞ്ച്, ഇവയുടെ ലോകങ്ങളെ അല്പവും പരിഗണിക്കാതെയാണ് ഇതെല്ലാം തിന്നുകൂട്ടുന്നത്. കാലത്തെയോ ദേശത്തെയോ ദ്രവ്യത്തെയോ വ്യക്തിയെയോ വ്യക്തിയുടെ ജീവിത രീതിയെയോ അവന്റെ തൊഴിലിനെയോ അവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തെയോ അവന്റെ ചുറ്റുമുണ്ടാകുന്ന കാലാവസ്ഥാ പരിണാമങ്ങളെയോ ഒന്നും പരിഗണിച്ച് ആഹാരം കഴിച്ചിട്ട് വന്നവരല്ല നിങ്ങളാരും. അതുകൊണ്ട് മനഃശാന്തിയും അതുകൊണ്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ആന്തോളനങ്ങളിൽ സമീകരണവും ആശിക്കുന്നത് തന്നെ തെറ്റാണ്. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഈ പണി നടക്കും. ജാഗ്രത്തിലല്ല ഇത് നടക്കുന്നത്, സ്വപ്നത്തിലാണ്. അതുകൊണ്ട് പഴയ ആളുകള് ജാഗ്രത്തിൽ കലർന്നിരിക്കുന്നതും ജാഗ്രത്തിൽ നിന്ന് വേറിട്ട് സുഷുപ്തിയിലോട്ട് ചേർന്നിരിക്കുന്നതുമായ ഉഭയാംശമുള്ള സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ അവരുടെ ഇടയിൽ ഡൈവോഴ്സ് കുറവായിരുന്നു. വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ ഇടയിൽ ഡൈവോഴ്സ് കൂടുതലാണ്. മാതാപിതാക്കളുടെ ജാഗ്രത് സ്വപ്നങ്ങളിലൂടെ വളർന്നതുകൊണ്ട് കുട്ടികൾക്ക് ശൈശവമുണ്ടായിരുന്നു, സ്വപ്നം കാണാൻ. ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ശൈശവമില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഇന്ന് ശൈശവമില്ല. ഇല്ലെന്നാണ് പദം ഞാൻ ഉപയോഗിച്ചത്. തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, തെളിയിച്ചരാം. ഇന്ന് കുട്ടികൾ കൗമാരത്തിലേക്കാണ് ജനിക്കുന്നത്. ബാല്യവുമില്ല. അച്ഛൻ എത്ര പ്രായമുണ്ട്? 74.
74. വെരി ഗുഡ്, കൊള്ളാം. ഓർമ്മ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് 1960 കൂടെ പഠിച്ചിരുന്ന കുട്ടികളോടൊപ്പം നടക്കുമ്പോൾ ഒരു 15 വയസ്സിലെത്തുന്നവരെ ആണും പെണ്ണും ഇണചേർന്നാണ് കുട്ടി ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഇസ് ഇറ്റ് ട്രൂ? അത് ശരിയാണോ എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ അറിയുന്ന അറിവുകൾ ഒരു 10-15 വയസ്സ് വരെ നിങ്ങൾ അറിഞ്ഞില്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞാണ് നിങ്ങൾ, അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു 18 വയസ്സ് കഴിയുമ്പോഴാണ് ആൺകുട്ടിയിൽ ചില സ്വപ്നങ്ങളുണ്ടാവും, പെൺകുട്ടികളിൽ ചില സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളുടെ ബഹിർപ്രകടനത്തിൽ വെച്ചൊരു ജാഗ്രത സുതാര്യമായി തീരുകയും പെൺകുട്ടി താൻ അമ്മയാകാൻ യോഗ്യയും പെൺകുട്ടിയുമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ആർത്തവമുണ്ടാവും. 18 കഴിയുമപ്പോൾ കോടതി പറയുന്ന പ്രായവും പ്രകൃതി പറയുന്ന പ്രായവും ഏതാണ്ട് ഒന്നാണ്. ആൺകുട്ടിയിലും ഭാവഭേദങ്ങളൊക്കെ വരും, പെൺകുട്ടിയിലും ഭാവഭേദം വരും. പെൺകുട്ടികളുടെ കാര്യത്തിൽ അവൾ മാതാവാണ് അല്ലെങ്കിൽ മാതാവാകാൻ പോകുന്നു ചരിത്രത്തിലേക്ക്, സൃഷ്ടി അവളുടേതാണെന്നുള്ളത് കൊണ്ട് സ്വപ്നത്തിന് പ്രാധാന്യം കൂടുതലുണ്ട്. അതുകൊണ്ട് അമ്മയും ആ പരിചയമുള്ള സ്ത്രീകളും ചേർന്ന് കുട്ടിയെ ഒരു മൂലയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ കിടത്തും. ഒരു തെങ്ങിന്റെ ചൊട്ട വെട്ടി അതൊരാളെ കയറ്റി മുറിപ്പിച്ച് തലക്കി കൊണ്ടുപോകും. അമ്മയുടെ സ്വപ്നങ്ങൾ ഉണരുന്ന ആ മുഹൂർത്തത്തിൽ കുട്ടിക്ക് ആദ്യമായി വയറുവേദന വന്നാൽ അത് പൊട്ടിച്ചതിൽ നിന്ന് കുറച്ച് അല്ലിയെടുത്ത് ആ പൂക്കുല കുറച്ചെടുത്ത് പാൽക്കഞ്ഞി വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞി വെച്ചു കൊടുക്കും. ഒറ്റ പ്രാവശ്യം മതി, മരണം വരെ പിന്നെ ആർത്തവശൂല മെൻസുറൽ കോളിക് ആ സ്ത്രീ അനുഭവിക്കില്ല. കാരണം അത് സ്വപ്നത്തിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ജനിതക പാരമ്പര്യമുള്ള, ജനിതക സ്മൃതിയിലുള്ള, തന്റെ പൂർവികരുപയോഗിച്ചതെന്ന് ജനിതകത്തിനുറപ്പുള്ള, ജനിതക മര്യാദകളെ ഉല്ലംഘിക്കാത്ത ആ ഒരൊറ്റ പ്രയോഗം കൊണ്ട് അവൾ പിന്നീട് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടാത്ത വിധം കൃത്യതയോടുകൂടി മെൻസുറൽ കോളിക്കിൽ നിന്ന് മുക്തയായി. അത് കഴിഞ്ഞാൽ ആ കുട്ടി 6-ാം ദിവസമോ 7-ാം ദിവസമോ 4-ാം ദിവസമോ, അത് ഓരോ വർണ്ണത്തിനും ഓരോ ജാതിക്കുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈഷദീഷത് അതുകൊണ്ട് അത് നിങ്ങളുടെ വർണ്ണത്തിനനുസരിച്ച് തീരുമാനിച്ചുകൊള്ളുക. കുളിച്ച് ശുദ്ധയായി വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാരെയൊക്കെ വിളിച്ച് സദ്യ കൊടുക്കും. ആ കുട്ടിയിൽ ഒട്ടേറെ സ്വപ്നങ്ങൾ ഉണരും. ആ ഉണ്ണാൻ ചെല്ലുന്നവന്റെ സ്വപ്നങ്ങളിലേക്കൊരു സന്ദേശം ആ കുടുംബം കൊടുക്കും. കാരണം ഇവൾ അമ്മയാകാൻ യോഗ്യയായിരിക്കുന്നു. ഈ യോഗ്യത വന്ന കൗമാരത്തിലേക്ക് നിന്റെ ഒരു നോട്ടം, നിന്റെ ശരീരത്തിന്റെ ഒരു അംഗചലനം വിക്ഷേപമുണ്ടാക്കിയാൽ 1000 തലമുറകളെ ദുഃഖിപ്പിക്കാവുന്ന സ്വപ്നങ്ങളുടെ സൃഷ്ടികർമ്മത്തിനാണ് നീ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ വന്നുണ്ടും തിന്നും പോകുന്ന നീ എന്റെ മോൾ അമ്മയാകാൻ യോഗ്യയായിരിക്കുമ്പോൾ ഒരു ഉത്തമ സന്താനത്തിന് ഇടം നൽകാവുന്ന വിധത്തിൽ അവളുടെ ജീവിതവും ജീവിതഗന്ധിയായ സ്വപ്നങ്ങളും നിലനിർത്താനാണ് നിനക്ക് ഞാൻ ഈ ചോറ് വിളമ്പിത്തരുന്നത്. കാരണം ഇവളുടെ അബോധത്തിൽ, ഇവളുടെ സ്വപ്നത്തിൽ അബോധരൂപേണ കുറിച്ചു വച്ചിരിക്കുന്നതാണ് 60 മുതൽ 110 120 ദശലക്ഷം വരെ പുരുഷ ബീജാണുക്കൾ തുള്ളിക്കളിച്ച് ഫൈലോപ്യൻ ട്യൂബിലൂടെ എത്തുമ്പോൾ ആ പാരമ്പര്യ ഗതീയതയിൽ നിന്ന് ഉത്തമമായ ഒന്നിനെ, കാലുള്ള, കൈയുള്ള, തലച്ചോറുള്ള, ഹൃദയമുള്ള, കേടുപാടുകൾ അംഗങ്ങൾക്കില്ലാത്ത പൂർണ്ണ സൗഷ്ഠവം വന്ന സകല ഗുണസമാരാധ്യനായ ഒരുവനെ ആ പാരമ്പര്യനിഷ്ഠയുടെ ഈറ്റില്ലത്തിൽ നിന്ന് അബോധരൂപേണ സ്വയംവരം ചെയ്ത് അതിനെ ഗർഭത്തിൽ കൊണ്ടു വളർത്തി പൂർണ്ണാരോഗ്യവാനായി പ്രസവിപ്പിക്കുവാനുള്ള സ്വപ്നം ഇരിക്കുന്നത് ഇവളിലാണ്. ആ സ്വപ്നത്തെ നീ ഉടച്ചു വാർക്കരുത്, ഉടച്ചു കളയരുത്. കൂട്ടുകെട്ടുകൊണ്ട്, ഇടപാടുകൊണ്ട്, സാഹിത്യം കൊണ്ട്, കലകൊണ്ട്. കാരണം പുരുഷനെയും സ്ത്രീയെയും എല്ലാം സൃഷ്ടിക്കുന്നത് സ്ത്രീ മാത്രമാണ്. സ്ത്രീയുടെ സ്വപ്നമാണ് സംസരണം ചെയ്യുന്ന സംസാരമെന്ന ഈ പ്രപഞ്ചം.
ജാഗ്രത. നിങ്ങൾ പഠിച്ചിടത്തോളം ശാസ്ത്രങ്ങളും മതങ്ങളും മുഴുവൻ വലിച്ചിഴച്ചു കൊണ്ടുവരാം എന്നെ നേരിടാൻ. വെൽക്കം, വെൽക്കം, വെൽക്കം. ഇങ്ങനെയല്ല നടക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ബീജശ്രവണം കഴിഞ്ഞാൽ പുരുഷന്റെ കർമ്മം തീരുകയും 110 ദശലക്ഷം ബീജാണുക്കൾ പോലും കടന്നു ചെല്ലുമ്പോൾ അതിൽ നിന്ന് സചേതനവും സൗമ്യവും സങ്കല്പജന്യവുമായ ഒന്നിനെ സ്വയംവരം ചെയ്യുക. അത് വല്ലയിടത്തും വീണാൽ പറവകൾ കൊത്തിത്തിന്നും. അതിലെ സൗഷ്ഠവമുള്ളതിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് സ്ത്രീയുടെ മാതൃത്വത്തിൽ നിഹിതമായിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ്. അതൊരു അബോധ പ്രക്രിയയാണ്. സൃഷ്ടിയുടെ ചേതന അബോധത്തിൽ സ്വപ്നരൂപേണ ഇരിക്കുന്നു എന്നറിഞ്ഞ് സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്ത കുടുംബങ്ങൾ, സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്ത ദേശീയത, സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്ത വ്യവസ്ഥകൾ, സ്വപ്നത്തെ അംഗീകരിച്ച കൂട്ടായ്മകൾ, അവയൊക്കെ മൺമറഞ്ഞുവെന്നാണ് എന്റെ ധാരണ. ജാഗ്രത്തിനെയും ശാസ്ത്രമെന്ന പേരിൽ ജാഗ്രത്തിലെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചേർച്ചയും മാത്രമാണ് ആധുനിക പഠനങ്ങളിലുള്ളതെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞിന് ശൈശവമുണ്ടായിരുന്നു, ബാല്യമുണ്ടായിരുന്നു, കൗമാരമുണ്ടായിരുന്നു. ഇന്നില്ലെന്ന് തന്നെയാണ് എന്റെ തോന്നൽ. 80കളിൽ അത് 13 വയസ്സിലേക്ക് താന്നു. നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ അറിഞ്ഞില്ല, മതനേതാക്കന്മാർ നോക്കിയില്ല, നിങ്ങളുടെ ബിഷപ്പുരന്മാർ എത്തിയില്ല. 90ൽ അത് 11ആയി, 2000ൽ അത് 10ആയി, ഇപ്പോൾ അത് 7.5 വയസ്സാണ്. 3.5 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ സ്കാനിങ് അബ്ഡോമന്റെ എടുക്കുമ്പോൾ 14 വയസ്സുള്ള സ്ത്രീയുടെ യൂട്രസും ഓവറിയും. യൂട്രസും ഓവറിയുമാണ്. നിങ്ങളിൽ പലരുടെയും വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ്. 7 വയസ്സുള്ളൊരു ആൺകുട്ടിയോടൊപ്പമാണ് സുരക്ഷിതത്വത്തിന് ഇന്നലെ ഒരു സ്ത്രീ നടന്നതെങ്കിൽ ഇന്ന് ആ 7 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ, 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ തന്റെ കുട്ടി തന്നെ ആയിക്കൊള്ളട്ടെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ, അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീയാണ് എങ്കിൽ അവളുടെ സ്വപ്നങ്ങളിലേക്ക് കൗമാരത്തിന്റെ ഗതീയതകൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ തെറ്റുകളുടെ പരമ്പരകൾ ഉണ്ടാവുകയും ലോകം ഇടിഞ്ഞു വീഴുമാറ് പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇപ്പൊ സ്വപ്നം ജാഗ്രത്തിനെ ഭരിച്ച് എങ്ങനെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാൻ ഇത്രയും ഉദാഹരണം മതി എന്നാണ് എനിക്ക് തോന്നുന്നു. മതങ്ങൾ ദുഷിക്കുമ്പോൾ, സന്യാസിമാർ ദുഷിക്കുമ്പോൾ, സന്യാസിനിമാർ ദുഷിക്കുമ്പോൾ, രാഷ്ട്രീയ മേലധ്യക്ഷന്മാർ ദുഷിക്കുമ്പോൾ, ആക്ടിവിസ്റ്റുകൾ ദുഷിച്ച കഥകൾ എഴുതിപ്പിടിപ്പിക്കുമ്പോൾ, സാഹിത്യകാരന്മാരുടെ ഭാവനകളിൽ വൈകല്യങ്ങൾ കുന്നുകൂടുമ്പോൾ, കലാകാരന്മാരും മിമിക്രി ആർട്ടിസ്റ്റുകളുമെല്ലാം അവരുടെ ഭാഷയിലും വ്യാകരണത്തിലും ബോഡി ലാംഗ്വേജിലും എല്ലാം വൈകല്യങ്ങൾ ശ്രദ്ധേയമായി ചിത്രീകരിക്കുമ്പോൾ മാനവന്റെ സ്വപ്നലോകം ഇത്തരമൊന്നായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയാതെ കടന്നുപോകുന്നുണ്ട്. സ്വപ്നമാണ് വ്യക്തിയെയും സമൂഹത്തെയും സൃഷ്ടിക്കുന്നത്, ജാഗ്രത അല്ല. ആഹാരം കൊണ്ടും വിഹാരം കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും ശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങൾ കൊണ്ടും സ്വപ്നത്തെ മാറ്റിമറിക്കുന്ന ജാഗ്രത്തിന്റെ വൈകൃതങ്ങൾ അരങ്ങേറുകയാണ്. സ്വപ്നം കണ്ടൊരു കപ്പയ്ക്ക് വളരാൻ 6 മാസം വേണ്ടിയിടത്ത് ശാസ്ത്രകാരൻ ജാഗ്രതയിൽ പെട്ടെന്ന് വളർത്താൻ 1 മാസം കൊണ്ട് ട്യൂബർ ക്രോപ്പ് റിസർച്ചിൽ പണിയെടുത്ത് കഴിഞ്ഞു. 6 മാസം കൊണ്ട് വിളഞ്ഞിരുന്ന നെല്ല് വയലില് 1 മാസം കൊണ്ട് വിളഞ്ഞു കഴിഞ്ഞു. തൊഴുത്തിൽ നിന്ന പശു തന്റെ ഇണയായ ഒരു കാളയെ കണ്ടെത്തുവാൻ സ്വപ്നം മേയുമ്പോൾ 40% കാളയുടെ ബീജത്തിൽ 60% പോത്തിന്റെ ബീജം ചേർത്ത് സ്വിസ് ബ്രൗൺ ക്രോസ് അതിന്റെ ജനിതക സ്വപ്നങ്ങളെപ്പോലും വിസ്മൃതിയിലാക്കിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. ആ പാല് കുടിച്ചിട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മാത്രം ഭാര്യയായി എങ്ങനെ ജീവിക്കും? 60% വേറെ തേടില്ലേ? സ്വപ്നം മാറ്റിവെച്ച ശാസ്ത്രത്തിന്റെ ജാഗ്രതഗതീയതയുടെ അന്തരാളത്തിൽ മാനവചേതന ഇന്ന് മുങ്ങിമരിക്കുകയാണ്. ശാസ്ത്രവും തത്വചിന്തയും രണ്ടായ കാലങ്ങളിൽ വന്ന അപജയമാണിത്.
തത്വചിന്തയില്ലാത്ത ശാസ്ത്രവും ശാസ്ത്രമില്ലാത്ത തത്വചിന്തയും ഒന്നുപോലെ വരണ്ട ഭൂവാണ്. 27 ദിവസം കൊണ്ട് മൈറ്റോസിസിൽ പരിണാമമുണ്ടാക്കി 2 കൊല്ലം കൊണ്ട് വളരാവുന്ന ഒരു കോഴിയെ 27 ദിവസം കൊണ്ട് അതിന്റെ മൈറ്റോസിസ് കൃത്രിമമാക്കി വളർത്തി കോഴിയാക്കി നിങ്ങൾക്ക് തിന്നാൻ തരുന്നു. കോഴി 27 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി, 40 ദിവസം കൊണ്ട് വാർദ്ധക്യമെത്തി, 40-ാം ദിവസം മുതൽ തിന്നാൻ കൊള്ളാതെ നാരായി, പിന്നെ ബോധമില്ലാതെ വെള്ളമടിച്ചു വരുന്നവന്റെ ബാർ ഹോട്ടലിന് മുമ്പിൽ മാത്രം വിൽക്കാവുന്ന പരുവത്തിലെത്തുമ്പോൾ അത് തിന്നുന്ന ഗർഭിണിക്ക് ജനിക്കുന്ന കുഞ്ഞ് എങ്ങനെ ശൈശവത്തോടെ ജനിക്കും? 27 ദിവസം കൊണ്ട് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ യൂട്രസും ഓവറിയും വളർന്ന് മൈറ്റോസിസ് പൂർണ്ണമായി പൂർണ്ണ വളർച്ചയെത്തി വളരെ നേരത്തെ പ്രസവിക്കുക, പ്രസവിക്കുമ്പോൾ തന്നെ തിമിരം ബാധിക്കുക, വാർദ്ധക്യജന്യ രോഗങ്ങളെല്ലാം ഉണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ സ്വപ്നം എന്താണ്? എന്ത് സ്വപ്നം കൊണ്ടാണ് നിങ്ങൾ ആ കോഴിയെ തിന്നത്? പെട്ടെന്ന് കുഞ്ഞ് വളരാൻ. 6 വയസ്സുള്ള കുഞ്ഞ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് 60 വയസ്സിൽ പാടിയ പാട്ട് നേരത്തെ പാടാൻ, റിയാലിറ്റി ഷോയിൽ പോയി 2 കോടിയുടെ വീട് വാങ്ങിച്ചു കൊണ്ടുതരാൻ നിങ്ങൾ അവന്റെ അടിയന്തരം കൂടി ഉണ്ണുന്നത് അത്ഭുതമൊന്നുമല്ല. അച്ഛന്റെ അടിയന്തരം ഉണ്ണാൻ അച്ഛൻ തിമിരം ഇനിയും വന്നിട്ടില്ല. 10-40 കൊല്ലം കൂടെ കിളവനിരിക്കും. തൽക്കാലം ഓൾഡേജ് ഹോമിലേക്ക് മാറ്റുക. ഇവന്റെ അടിയന്തരമാകാറായിട്ടുണ്ട്. കൂടെ 10 ദിവസം താമസിച്ച് അത് ഉണ്ടിട്ട് അച്ഛനെ അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടാം. നിങ്ങളുടെ വീട് വെക്കാൻ നേരത്ത് പ്ലാൻ വരയ്ക്കുന്നത് ആരാണ്? 8 വയസ്സുള്ളവൻ. അടുക്കള എവിടെ വേണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? 6 വയസ്സോ 7 വയസ്സോ ഉള്ളവൻ. രാവിലെ എന്ത് ആഹാരം വേണം വീട്ടിലെന്ന് തീരുമാനിക്കുന്ന ആരാണ്? 4-5 വയസ്സുള്ളവൻ. അച്ഛനുമായി അവൻ ചേരില്ല, അമ്മയുമായി അവൻ ചേരില്ല. അതുകൊണ്ട് രണ്ടിനെയും ഞങ്ങൾ കൊണ്ടുപോയി ഓൾഡേജ് ഹോമിൽ വിട്ടു. അപ്പോൾ അച്ഛനിനെയും തിമിരം വന്നിട്ടില്ല. ഒക്കത്ത് ഇരിക്കുന്ന കുഞ്ഞുമായി വാസൻ ഐ ക്ലിനിക്കിലും അരവിന്ദ് നേത്രാലയത്തിലും ചെല്ലുമ്പോൾ പരിശോധിച്ചിട്ട് തിമിരമാണെന്ന് പറയുന്ന ഡോക്ടർക്ക് മൂളയുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അവൻ പഠിച്ചത് ശരിയായ ശാസ്ത്രവും ഭാഷയുമാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്താണ് കുഞ്ഞിന് ഈ വാർദ്ധക്യം വരാൻ കാരണം. ഇത് വാർദ്ധക്യജന്യ രോഗമാണ്.